ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് വ്ലോഗിലേക്ക് സ്വാഗതം. ക്രിസ്മസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിയാനാണ് പോണേ. കുറച്ചധികം വൈകിയെന്ന് അറിയാം, എന്നാലും ഡിലേ ആണെങ്കിലും ഞാൻ കാണിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള കേട്ടോ. ഇത് ഫുൾ അവൻ തന്നെ ചെയ്ത്. എക്സാമിൻ്റെ ഇടയിൽ അവൻ തന്നെ, ആരും അവനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി വീട്ടിൽ ചെയ്യണ കണ്ടിട്ട് അങ്ങനത്തെ ഇൻട്രസ്റ്റ് മൊത്തം ഇവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ ചെയ്തു. അപ്പോൾ പോണതിന് മുമ്പ് ജസ്റ്റ് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പോണത്. അമൽച്ചേട്ടൻ ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടി വന്നു. ഞാൻ കൊയറുള്ളതുകൊണ്ട് അവൻ ഓൾട്ടർ ബോയ് ആയതുകൊണ്ടും. അമൽച്ചേട്ടൻ അത് കഴിഞ്ഞ് ആ സമയം കണ്ട വന്നു. ഞങ്ങൾക്ക് പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോകേണ്ടതുകൊണ്ടാണ് അമൽച്ചേട്ടൻ അപ്പോഴേക്കും ഡ്രസ്സ് മാറണുള്ളൂ. ഇത് പള്ളിയുടെ ഉള്ളിലത്തെ ഡെക്കറേഷൻസ് ആട്ടാ. ഫുൾ ആർച്ചിൽ ഈ പ്രാവശ്യം നിറച്ച് സ്റ്റാർസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഉണ്ടെങ്കിലും എല്ലാ പ്രാവശ്യത്തെക്കാട്ടും ഭംഗിയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ആർച്ച്. ഇതൊക്കെ ഡെക്കറേഷൻസ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണീനെ അവിടെ വെച്ചിട്ടുള്ളതാട്ടാ. ഞങ്ങൾ ചെല്ലണ സമയത്ത് ഉണ്ണീനെ വെക്കില്ലല്ലോ. ഇത് ക്രിസ്മസ് ട്രീ പള്ളിയുടെ ഓൾട്ടർമ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വലിയ ക്രിസ്മസ് ട്രീ ആട്ടാ. അതിൻ്റെ മൊത്തം എലിമിനേഷൻ ഉണ്ടായിരുന്നു. കണ്ട ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നല്ല അടിപൊളിയാണ്. കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ ആൾക്കാർ വരണായിട്ട് പോകുമ്പോൾ ഞാൻ പ്രാക്ടീസിന് പോയ സമയത്ത് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ സാധാരണ ആർച്ച് ഇങ്ങനെ എന്താ പറയുക, ഡിംലൈറ്റ് മാത്രമേ ഉണ്ടാവാറ്. പക്ഷേ ഇതിൻ്റെ ഇടയിലും കുറേ സ്റ്റാർസ് വന്നപ്പോൾ നല്ല രസമുണ്ട്. കണ്ട സ്റ്റാർസ് പല സൈസ് പല വെറൈറ്റി സ്റ്റാർസ് ആയപ്പോൾ അതിനൊരു ഇത് കൂടിപ്പോയി. പിന്നെ ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആട്ടോ. പള്ളിയുടെ പുറത്ത് ഒരു ചെറിയ ട്രീ പോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെയും അത്യാവശ്യം ഭയങ്കര കൂടുതലല്ലെങ്കിലും അത്യാവശ്യം ആർച്ചൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജേസൺ ചേട്ടൻ ഇതൊക്കെ ചെയ്തത്. ജേസൺ ചേട്ടൻ ഓൾട്ടർ ബോയ്സും ഹെൽപ്പ് ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ ത്രൂ ഔട്ട് ഇത് കൂടാണ്ട് കുറേ സ്റ്റാർസും ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളി മൊത്തം. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത്രയധികം സ്റ്റാർസ് എല്ലാ വർഷവും ഇടാറില്ല. ഇത് അമ്മൻ്റെ ഫ്രണ്ട് വേറൊരു അമ്മനുണ്ട്, അതാണ് നിൽക്കണം. അമ്മനും അമ്മൻ്റെ ഫാമിലിയും എല്ലാ വർഷവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും ഒരു ക്രിസ്മസ് ക്രിപ്പ്. അതാണ് കേട്ടോ അവർ ഉണ്ടാക്കണത്. ഇതേ ഉണ്ണീശോനെ നമ്മുടെ ജേസൺ ചേട്ടൻ കാണിച്ചു തരാം. ഇന്ന് അച്ഛൻ പ്രദക്ഷിണത്തിന് കൊണ്ടുകൊണ്ട് ഉണ്ണീശോനെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഓൾട്ടറൊക്കെ നല്ല രസമുണ്ടാകും. ഇതൊക്കെ ആസ് യൂഷ്വൽ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ റെഡ് തീമിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആൾക്കാർ വരുന്നതായിട്ട് മുമ്പ് ഞാൻ ഈ ആർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ മെയിൻ പരിപാടി അതാണല്ലോ. പിന്നെ ഇത് പാപ്പാനി ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അതായത് പള്ളിയിൽ തന്നെയായിരുന്നു എല്ലാ കോമ്പറ്റീഷൻസും. അത് കുർബാനയ്ക്ക് മുമ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം, കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കരോൾ സിംഗിങ് കോമ്പറ്റീഷൻ. ഇത് നമ്മുടെ ഏഞ്ചൽ, ഇവൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ യൂണിറ്റാണ് ഫസ്റ്റ്. പാപ്പാനി ഡാൻസിൽ ഫസ്റ്റ് കിട്ടിയത് ഏഞ്ചൽ. നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റ് ആയതുകൊണ്ട് പറയല്ല, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ഇടവകയിലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, എല്ലാവർക്കും അറിയുണ്ടാവും. ഡോക്ടറുടെ മരുമകനാണ്. എനിക്ക് തോന്നുന്നു സ്വീഡനാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. ആള് ഇൻസ്ട്രുമെൻ്റ് വായിച്ചു. അച്ഛൻ്റെ സ്പെഷ്യൽ ഇത് റിക്വസ്റ്റ് പ്രകാരം വായിച്ചു കിട്ടും. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. സൈലൻ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ആ സോങ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ കേട്ടപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അത് ക്രിസ്മസിൻ്റെ ആ പാതിരാത്രി ഇത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്. അത് നമ്മളുടെ സ്റ്റാർട്ടിങ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. എന്നിട്ട് പ്രദക്ഷിണമായിട്ട് ഉണ്ണീശോ പറഞ്ഞ പ്രദക്ഷിണമായിട്ടാണ് പള്ളിയിലേക്ക് കയറിയത്. ഇത് KCYM-കാർ ഉണ്ടാക്കിയ ക്രിസ്മസ് കൂടിലാണ് ഉണ്ണീശോനെ വെക്കുന്നത്. ആദ്യം തന്നെ 2-3 ക്രിസ്മസ് കൂട് ഉണ്ടാക്കും. അതിൽ മെയിനായിട്ട് KCYM-കാർ ഉണ്ടാക്കണ ക്രിസ്മസ് ക്രിബ് അത്. അപ്പോൾ ഇത് ഉണ്ണീശോനെ ജേസൺ ചേട്ടൻ കൊടുക്കണു. അച്ഛൻ തിരുപ്പുറയുടെ സമയത്ത് ഉണ്ണീശോനെ വാങ്ങി അവിടെ വെച്ചതിന് ശേഷം പ്രദക്ഷിണമായിട്ട് പള്ളിയിൽ പോയിട്ടാണ് കുർബാന. പ്രദക്ഷിണമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മാലാഖമാരായിട്ടും മാതാവും ഔസേപിതാവും ഉണ്ണീശോയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ, ഭയങ്കരമായിട്ട് ആർഭാടല്ലെങ്കിലും ഉള്ളത് നല്ല രീതിയിൽ. ഓൾട്ടർ ബോയ്സ് ഫ്രണ്ടിൽ, അതിനുശേഷം മാലാഖമാർ, ഔസേപിതാവ്, മാതാവായിട്ടുള്ളത് പേള്, നമ്മുടെ യൂണിറ്റിലെ കുട്ടിയാട്ടോ പേള്. അങ്ങനെ ആ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കുർബാന കണ്ടിന്യൂ ചെയ്തു. കുർബാന കഴിഞ്ഞിട്ടായിരുന്നു ഇപ്രാവശ്യം കാരൽ സിംഗിങ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് തൃശ്ശൂർ ഞാൻ പോയിട്ടില്ല. എല്ലാ വർഷവും ഞങ്ങളുടെ ക്രിസ്മസ് തൃശ്ശൂരാണ്. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പോവാണ്ട്. കുർബാന കഴിഞ്ഞിട്ട് കാരൽ സിംഗിങ് കഴിയുമ്പോൾ ലേറ്റ് ആവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പാതിര കുർബാന കഴിഞ്ഞ് സ്ട്രെയിറ്റ് പോവാറാണ് പതിവ്. ഇത് ഓൾറെഡി ലേറ്റ് ആവും.
അത് മാത്രമല്ല 26-ാം തീയതി തൊട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് കല്യാണങ്ങളായിരുന്നു. അപ്പോൾ പോയ അന്ന് തന്നെ വരും വേണം. അപ്പോൾ അമ്മച്ചേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യണ്ടേ. അതിൻ്റെ തലേ ദിവസം നമ്മൾ കോയമ്പത്തൂരിന് എത്തിയിട്ടുള്ളൂ, ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ക്രിസ്മസിന് ഈ പ്രാവശ്യം തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മച്ചേട്ടനും അമ്മനും മാത്രമായിരുന്നു ക്രിസ്മസിന്. അത് കാരണം എല്ലാ കൊല്ലത്തും എല്ലാവരും ഉണ്ടായിട്ടേ ആദ്യമായിട്ട് ഇങ്ങനെ ആയപ്പോൾ ഒരു വിഷമമുണ്ട്. ഇത് നമ്മുടെ പാട്ട് കേട്ടോ. ഞങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഷീൽഡൊക്കെ പിടിച്ചിട്ട് ഇന്ന് ഫോട്ടോ എടുക്കുക. സാനിയ, ലെന, നീലിമ, അമൻ, ഞാനും പിന്നെ ആൻസി ഉണ്ടായിരുന്നു. ആൻസിക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് പോയിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫോട്ടോസിൻ്റെ മാത്രമായിട്ട് ഞാനൊരു ഷോർട്സ് ഇടാം. പിന്നെ ഞങ്ങളെല്ലാവരും മാർച്ചിൻ്റെ അവിടെ വികാരിച്ചനായിട്ട് നമ്മൾ നേരത്തെ കണ്ട ജെയ്സൺ ചേട്ടൻ ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് നമ്മളെടുത്തു. അത് കഴിഞ്ഞ് ലേറ്റ് എന്തായാലും തൃശ്ശൂർ പോകണ്ടല്ലോ. അപ്പോൾ പതുക്കെ ആയം പാടിയ ലേറ്റായിട്ട് പോയി കിടന്നത്. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ല. അമ്മൻ ആ സമയത്ത് ശരിക്കും തീരുണ്ടായിരുന്നല്ലോ. അതിനുശേഷം എല്ലാവർക്കും ക്രിസ്മസ് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായി ഞങ്ങൾ വന്ന് കിടന്നു തുടങ്ങി. ഞാൻ ലേറ്റായി. ഞങ്ങൾക്ക് നൊയമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവും മതിയെന്ന് അമൽചാട്ടൻ പറഞ്ഞു. ഫ്രൈഡ് റൈസ് മതിയെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ചിക്കൻ കൊണ്ടാട്ടം. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ ലുലുമോളിൽ പോകാൻ നിന്നു. അപ്പോൾ പോണ വഴിക്ക് അപ്പോൾ അമൽചാട്ടൻ ലുലുമോൾ ഇഷ്ടമില്ല, ഒരിക്കലും ലുലുമോളിൽ പോകാൻ താല്പര്യമില്ല. അപ്പം നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ പോണ വഴിക്ക് ഒബ്രോൺ മോളിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളുകളായിട്ട് അത് അടച്ച് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു, റെനോവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ പക്ഷേ ഫ്രണ്ടിൽ മാത്രം അവർ റിനോവേഷൻ ചെയ്തിട്ടുള്ളൂ. ഉള്ളിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് പക്ഷേ ഫ്രണ്ട് നല്ല ലുക്കായിട്ടാണ്. ഞങ്ങളുടെ ഒന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മെയിൻലി കുറേ ഫോട്ടോസ് കിട്ടി. അതിന് ശേഷം ഞങ്ങൾ ലുലുവിൽ പോകണേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കല്ല. എടപ്പള്ളി പള്ളിയിൽ വണ്ടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ക്രിസ്മസിൻ്റെ അന്ന് പോകണമെന്ന് വിചാരിച്ചു. അന്ന് പോകാൻ പറ്റിയില്ല. പാതിര കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. അവിടെ കുറേ ക്രിപ്സും ലൈറ്റും എല്ലാവരും ഇവിടുത്തെ കുർബാന കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി. പക്ഷേ ഞങ്ങൾ പോയില്ല, ക്ഷീണമായതുകൊണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോയി ലൈറ്റ്. എനിക്ക് തൃശ്ശൂർ പോകാത്തതിൻ്റെ വിഷം അറ്റ്ലീസ്റ്റ് ഇവിടെ പോയെങ്കിലും തീർന്നു. ഇവിടെ നല്ല കുറേ ലൈറ്റ്, നല്ല ഹൈറ്റിലുള്ള അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വലിയ പള്ളിയിൽ, ചെറിയ പള്ളിയിൽ എൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ ആർച്ച് പോലെ നിറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ത്രൂ ഔട്ട്. എല്ലാ കൊല്ലവും ഇടണതാണ് ഇവിടെ. പക്ഷെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്. പിന്നെ ക്രിസ്മസ് ക്രിപ്പ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നിറയെ ഓരോ യൂണിറ്റ് വൈസാന്ന് തോന്നുന്നു, കുറേ ക്രിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവനോട് പറയാം ഒന്ന് നോക്കട പോസ് ചെയ്യാം. അപ്പോൾ അവനത് ഇഷ്ടമാവണില്ല. എനിക്ക് പിന്നെ ഇത് മാത്രം പണിയായതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ലുക്ക് കണ്ട ഫുൾ സ്റ്റാർസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ എടപ്പള്ളി പള്ളിയിൽ എപ്പോഴും അങ്ങനെ തന്നെ, എല്ലാ വർഷവും ഇതുപോലെ ആയതുകൊണ്ട് പുതുമയില്ല. പക്ഷേ എടപ്പള്ളി പള്ളിയിൽ ആ സമയത്ത് വരാത്തവർക്ക് ഇത് കാണാനൊരവസരമായില്ലേ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോണ വഴിയിൽ എല്ലാം എടുത്തിട്ടാവും, ഒരു സ്ഥലം പോലും ഇല്ല ലൈറ്റില്ലാത്തത്. ഇത് നമ്മളുടെ ഇറങ്ങണ സ്ഥലത്ത് ഈ ക്രിസ്മസ് പാപ്പയൊക്കെ ആയിട്ട് വേറെ നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ, റോട്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിലെത്തി. ലുലുവിൽ ഫുള്ള് നല്ല ക്രിസ്മസിൻ്റെ തീമിൽ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോറിനറിൻ്റെ ഫ്ലൂട്ട് പ്ലേ ചെയ്യായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരെ കാണാനായിട്ട്. ഒരു ഡോളുടെ പോലെ ഉണ്ടായിരുന്നു, കറക്റ്റ് ഗൗണൊക്കെ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഡോളുടെ പോലെ ഇങ്ങനെ ആടി വായിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ പോയിട്ട് വെറുതെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ഒരു ബർഗർ കഴിച്ചു. രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ പ്ലാനില്ല, കാരണം അത് വീട്ടിൽ പോയിട്ട് അമിൽച്ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് കഴിക്കാനായിരുന്നു. ജസ്റ്റ് ബർഗർ കഴിച്ചു, ജ്യൂസ് കുടിച്ച് പോരാ, അത്രേ ഉള്ളൂ. വെറുതെ ലുലുവിൽ പോവാ, വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ ആഘോഷങ്ങളെന്നൊന്നും പറയാനില്ല. ചെറിയ ഈ പ്രാവശ്യം ഒട്ടും ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കൊല്ലം വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.